ഓക്കെ ഡിയേഴ്സ്, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഹാർട്ട് ബീറ്റ് എന്നാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വെൻട്രിക്കുലാർ സിസ്റ്റോളും ആട്രിയൽ സിസ്റ്റോളും എന്താണെന്ന് പഠിക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മുടെ പറഞ്ഞല്ലോ, നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട് അല്ലേ. അതിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് വെൻട്രിക്കിളും ഉണ്ട്, അതേപോലെ എന്താണ് ഏട്രിയം ഉണ്ട് എന്ന് പഠിച്ചു അല്ലേ. ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഈ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ ഒക്കെ ഇല്ലേ, അത് കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ്, സങ്കോചിക്കുന്നതിനെയാണ് എന്ത് പറയാ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയാം അല്ലേ. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുക, കോൺട്രാക്ട് ചെയ്യുക, ഇങ്ങനെ ചുരുങ്ങുക. നമ്മൾ ഹാർട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡബ് ലബ് 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 എന്നങ്ങനെ വെച്ച സൗണ്ട് പ്രസൻ്റ് ആണല്ലോ, നമ്മൾ കേൾക്കാറുണ്ടല്ലോ അല്ലേ. ഹാർട്ടിൽ കൈ വെച്ചാൽ അതെന്താണ്, സിസ്റ്റോളും ഡയസ്റ്റോളും അവിടെ നടക്കുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ സിസ്റ്റോൾ എന്താണെന്ന് പഠിക്കാം. അതായത് വെൻട്രിക്കിളുകൾ കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയാം. അതേപോലെ എന്താണ് ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടറികൾ അല്ലേ, ആർട്ടറീസ് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ആട്രിയകൾ അല്ലെങ്കിൽ ആട്രീസ് എന്ത് ചെയ്യാണ്, കോൺട്രാക്ട് ചെയ്യാണ് അല്ലേ. കോൺട്രാക്ഷൻ ഓഫ് ആട്രിയാണ് ആട്രിയൽ സിസ്റ്റോള്, കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിളാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ അല്ലേ. അപ്പോൾ ഈ ആട്രിയ അതേപോലെ വെൻട്രിക്കിളുകളും എന്ത് ചെയ്യും, ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യും അല്ലേ. കോൺട്രാക്ട് ചെയ്ത് പിന്നീട് അവർ 2 പേരും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യും അല്ലേ, പഴയ സ്ഥിതിയിലെത്തും അല്ലേ. കോൺട്രാക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുന്നു. അതേപോലെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ ഇവർ 2 പേരും കോൺട്രാക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് എന്താണ് പഴയ രീതിയിൽ, പഴയ രൂപത്തിൽ റിലാക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് പറയാം. അപ്പം വെൻട്രിക്കുലാർ സിസ്റ്റോളും അതേപോലെ ആട്രിയൽ സിസ്റ്റോളും ജസ്റ്റ് ഒന്ന് പഴയ രൂപത്തിലേക്ക് വരിക അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ജോയിൻറ്റ് ഡയസ്റ്റോള്, വെൻട്രിക്കുലാർ സിസ്റ്റോള്, ആട്രിയൽ സിസ്റ്റോളും കൂടി ചേർന്നതാണ് നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ 72 ടൈംസ് നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാർഡിയാക്ക് സൈക്കിൾ നടത്തുന്നുണ്ട്. അപ്പോൾ കാർഡിയാക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാലും ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് സെയിം, രണ്ടും സെയിം ആണ്. ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡിയാക്ക് സൈക്കിളാണ് അല്ലേ. ടൈം റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദീസ് 0.8 സെക്കൻഡ്, അതായത് 1 സെക്കൻഡ് പോലും വേണ്ട ഒരു കാർഡിയാക്ക് സൈക്കിൾ നടക്കാൻ, ഒരു ഹാർട്ട് ബീറ്റ് നടക്കാൻ 1 സെക്കൻഡ് പോലും വേണ്ട എന്നർത്ഥം അല്ലേ. 1 കാർഡിയാക്ക് സൈക്കിൾ ഈസ് നോൺ ആസ് 1 ഹാർട്ട് ബീറ്റ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വെൻട്രിക്കുലാർ സിസ്റ്റോളും ആട്രിയൽ സിസ്റ്റോളും നടന്ന് 2 പേരും ജസ്റ്റ് ഒന്ന് പഴയ രൂപത്തിലേക്ക്, പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ജോയിൻറ്റ് ഡയസ്റ്റോളും നടക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കാർഡിയാക്ക് സൈക്കിൾ എന്ന് പറയുക. 1 കാർഡിയാക്ക് സൈക്കിൾ ഈസ് ഈക്വൽ ടു 1 ഹാർട്ട് ബീറ്റ്. ക്ലിയർ. അപ്പോൾ ഒരു സെക്കൻഡിൽ 72 ടൈംസ് അല്ലേ, എന്താണ് 72 ടൈംസ്, അതായത് 1 സെക്കൻഡ് പോലും വേണ്ട, 1 മിനിറ്റിൽ 72 ടൈംസോളം കാർഡിയാക്ക് സൈക്കിൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് നമ്മുടെ ഈ വെൻട്രിക്കിളും അതേപോലെ ആർട്ടറീസും എന്ത് ചെയ്യുകയാണിങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഹൃദയത്തിൻ്റെ വാളിൽ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ വേവ്സ് പ്രസൻ്റ് ആയിരിക്കും അല്ലേ. ഒരു ഇലക്ട്രിക്കൽ വേവ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ECG എന്ന് പറയുന്നത്. നമ്മളിത് കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ എല്ലാവരും കണ്ട ഒരു കാര്യമാണ് ECG എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കാർഡിയാക്ക് സൈക്കിൾ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താണ്, നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റിനെ നമ്മളൊരു ചിത്രീകരണ രൂപത്തിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ECG എന്ന് പറയാം. ഒന്നുമില്ല, നമ്മുടെ ECG ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഇലക്ട്രിക്കൽ വേവ്സ് ഓഫ് ദി ഹാർട്ട്. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ വാളിൽ ഈ കോൺട്രാക്ഷനും അതേപോലെ വെൻട്രിക്കൽ കോൺട്രാക്ഷനും അതേപോലെ ആർട്ടറീസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴും ജോയിൻറ്റ് ഡയസ്റ്റോളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേവ്സ് ഉണ്ടല്ലോ, ആ ഒരു തരംഗം, അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ECG എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പൾസാണ് അല്ലേ. എന്താണ് പൾസ്? അത് വളരെ സിമ്പിളാണ് അല്ലേ. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് നമ്മുടെ ഹൃദയത്തിലെ ഹാർട്ട് ബീറ്റ് നടക്കുന്നതിനനുസരിച്ച് അല്ലേ, അതായത് കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നതിനനുസരിച്ച് എന്താണ്, നമ്മുടെ ഹാർട്ടിൻ്റെ വാളിൽ എന്തുണ്ടാവും, ഹാർട്ടിൻ്റെ വാളിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും
അല്ലേ? ഒരു ചലനം, ഒരു നേരിയൊരു ചലനം കാണാൻ പറ്റും അല്ലേ? ഹാർട്ടിൻ്റെ വാളിൽ. അതേപോലെ നമ്മുടെ ബോഡിക്കകത്തുള്ള പലയിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ളൊരു ചലനം കാണാൻ പറ്റും അല്ലേ? ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഫോംഡ് ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി ഹാർട്ട് ഈസ് ഫെൽറ്റ് ത്രൂ ഔട്ട് ദ വാൾസ് ഓഫ് ദി ആർട്ടറീസ് അല്ലേ? നമ്മുടെ ആർട്ടറീസിൽ, നമ്മുടെ ആർട്ടറീസിൻ്റെ വാൾസിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ ബോഡിയിലുള്ള ആർട്ടറീസിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും എന്നാണ് പറയണത്? നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. അതിനെയാണ് പൾസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പൾസ് പ്രസൻ്റ് ആണ്? നമ്മുടെ ഈ കൈയുടെ അല്ലേ, രണ്ട് നരമ്പിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ പെരടിയുടെ ബാക്കിൽ കാണാൻ പറ്റും. നമ്മുടെ ഈ ചെവിയുടെ താഴത്ത് കാണാൻ പറ്റും. നമ്മുടെ കാൽമുട്ടിൻ്റെ മുട്ടിന് മടക്കിൽ കാണാൻ പറ്റും. കൈമുട്ടിൻ്റെ മടക്കിൽ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പൾസ് പ്രസൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ബ്ലഡ് പ്രഷർ. എന്താണ് ബ്ലഡ് പ്രഷർ? ബ്ലഡ് പ്രഷർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ? ഈസ് ദ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് വെൻ ദ ഹാർട്ട് കോൺട്രാക്ട് ആൻഡ് റിലാക്സ് അല്ലേ? അതായത് നമ്മൾ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്തേക്ക് ഒരുപാട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഈ ബ്ലഡ് കോൺട്രാക്ഷൻ ഓഫ് ചേമ്പേഴ്സ് ഓഫ് ദി ഹാർട്ട്, അതായത് നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നതിനെ നമ്മൾ സിസ്റ്റോൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നമ്മൾ ബ്ലഡ് പ്രഷർ പഠിക്കണമെങ്കിൽ ആദ്യം സിസ്റ്റോളും ഡയസ്റ്റോളും എന്താണ് പറയണം അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ സിസ്റ്റോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റിൻ്റെ സമയത്ത് എന്താണ് അവർ തമ്മിൽ എന്താണ് നമ്മുടെ ആർട്ടറീസും വെൻട്രിക്കിളും കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് സിസ്റ്റോൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക അല്ലേ? സങ്കോചിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സിസ്റ്റോൾ എന്ന് പറയാം അല്ലേ? ഇനി നമ്മൾ ഹാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റിലാക്സും ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് കോൺട്രാക്റ്റും ചെയ്യുന്നുണ്ട്, റിലാക്സും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ റിലാക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയസ്റ്റോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കുന്ന സമയത്ത് നമ്മളൊരു പ്രത്യേകതരം പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഇതിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? അതായത് സിസ്റ്റോൾ നടക്കണമെങ്കിൽ ഒരു പ്രഷർ കൊടുക്കണം, ഡയസ്റ്റോൾ നടക്കണമെങ്കിൽ വേറൊരു പ്രഷറും കൊടുക്കണം അല്ലേ? അപ്പോൾ ഈ രണ്ട് പ്രഷറും കൂടി നോക്കുമ്പോഴാണ് നമുക്കൊരു ബ്ലഡ് പ്രഷർ കണക്കൂട്ടാൻ പറ്റുക. അപ്പോൾ സിസ്റ്റോൾ എന്താണ്? കോൺട്രാക്ഷൻ ഓഫ് ചേമ്പേഴ്സ് ഓഫ് ദി ഹാർട്ട്. ഡയസ്റ്റോൾ എന്താണ്? റിലാക്സേഷൻ ഓഫ് ചേമ്പേഴ്സ് ഓഫ് ദി ഹാർട്ട്. ഇപ്പോൾ സിസ്റ്റോളിക്ക് പ്രഷർ എന്താണെന്ന് വെച്ചാൽ ദ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓൺ ദ വാൾസ് ഓഫ് ദി ബ്ലഡ് വെസൽ ഡ്യൂ ടു ദി കോൺട്രാക്ഷൻ അല്ലേ? നമ്മുടെ ഈ കോൺട്രാക്റ്റിൻ്റെ സമയത്ത് നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ വാളിൽ അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷർ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. ഇനി ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ പ്രഷർ നോക്കുന്ന സമയത്ത് ഈ സിസ്റ്റോളും ഡയസ്റ്റോളും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്ലഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 120 ആണ്, 120 mm ആണ് സിസ്റ്റോളിക് പ്രഷർ, 80 mm ഓഫ് HG ആണ് എന്ത്? നമ്മുടെ ഡയസ്റ്റോളിക് പ്രഷർ അല്ലേ? അപ്പോൾ 120/80 mm HG എന്നാണ് നമ്മൾ പ്രഷറൊക്കെ നോക്കുന്ന സമയത്ത് ഉണ്ടാവുക അല്ലേ? ദ നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് എ ഹെൽത്തി പേഴ്സൺ 120/80 mm HG. ബ്ലഡ് പ്രഷർ റൈസിങ് അബോവ് ദിസ് ലെവൽ ഈസ് കോൾഡ് ഹൈപ്പർ ടെൻഷൻ അല്ലേ? അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്രഷർ കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ നമ്മൾ അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഓരോ സിസ്റ്റോളിലും ഡയസ്റ്റോളിലും 70 ml ഓഫ് ബ്ലഡ് ഈസ് പമ്പ്ഡ് അല്ലേ? അതായത് ഓരോ ഇതിലും എന്താണ് ഇവിടെ സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കുന്ന സമയത്ത് ഏകദേശം 70 ml ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓൾ പാർട്സിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? 70 ml. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഡയസ്റ്റോളും സിസ്റ്റോളൊക്കെ നടക്കുന്നത് എന്നറിയാം. അപ്പോൾ നമുക്കറിയാം ബ്ലഡ് പ്രഷർ കൂടുകയാണെങ്കിൽ 120/80 mm HG ആണ് നോർമൽ. അപ്പോൾ ഈ ഒരു പിന്നെ എന്താണ് കണക്കിൽ കുറച്ച് കൂടുകയാണെങ്കിൽ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്നും, കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും പ്രശ്നമാണ് അല്ലേ? അപ്പോൾ ബ്ലഡ് പ്രഷർ ഉയരുന്നതിനെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്നും ബ്ലഡ് പ്രഷർ കുറയുന്നതിനെ നമ്മൾ ഹൈപ്പോ ടെൻഷൻ എന്നും വിളിക്കും അല്ലേ? ബ്ലഡ് പ്രഷർ റൈസിങ് അബോവ് ദിസ് ലെവൽ ഈസ് കോൾഡ് ഹൈപ്പർ ടെൻഷൻ. ലോവറിങ് ദ ബ്ലഡ് പ്രഷർ ഈസ് കോൾഡ് ഹൈപ്പോ ടെൻഷൻ. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഡബിൾ സർക്കുലേഷൻ ആണ്. ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ പൾമണറി ആർട്ടറി വഴി, അതായത് നമ്മുടെ ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നും പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ട് ബ്ലഡിനെ പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എൻട്രി ചെയ്യുന്നു.
അല്ലേ? അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് പൾമണറി വെയിൻസ് എവിടത്തേക്ക് എത്തുന്നു? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതാണ് പൾമണറി സർക്കുലേഷൻ. ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മുടെ ശുദ്ധീകരിച്ച ബ്ലഡ് എത്തുകയാണ് അല്ലേ? അവിടെ വെച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും നേരത്തെ എവിടത്തേക്ക് പോവാണ്? അയോട്ട വഴി നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തുക അല്ലേ? അപ്പോൾ അതായത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനാകാവ വഴി എന്താണ് വീണ്ടും നമ്മുടെ ബ്ലഡിനെ വീണ്ടും നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുക. അതായത് ആ ഒരു പ്രോസസ്സ് നടന്നു കൊടുക്കുക. അതായത് നമ്മൾ ശുദ്ധീകരിച്ച ബ്ലഡിനെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ട വഴി ബോഡിയുടെ ഓൾ പാർട്സിലേക്ക് എത്തുന്നു. വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കവ തിരിച്ച് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു സൈക്കിളിനെയാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ ഒരു പേസ് മേക്കറെ പറ്റി പറയുന്നുണ്ട് അല്ലേ? പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എസ് എ നോഡ്, അതായത് നമ്മുടെ എസ് എ നോഡിനെയാണ് പേസ് മേക്കർ എന്ന് പറയുക. അതായത് നമ്മുടെ എസ് എ നോഡ് കൺട്രോളിലാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് ഏട്രിയം വെൻട്രിക്കിൾ സങ്കോചിച്ച് നമ്മുടെ സർക്കുലേഷൻ നടക്കുന്നതൊക്കെ ഈ ഒരു എസ് എ നോഡിൻ്റെ ഇൻഫോർമേഷൻ മൂലമാണ് അല്ലേ? അപ്പോൾ അതൊരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ്. അതിനെയാണ് നമ്മൾ എസ് എ നോഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വലത് ഏട്രിയത്തിന് അല്ലേ, റൈറ്റ് ഏട്രിയത്തിന് മുകളിലായിട്ടാണ് നമ്മൾ എസ് എ നോഡുകൾ കാണാൻ കഴിയുക. അതേപോലെ തന്നെ നമ്മളെ ഹാർട്ടിനെ ബാധിക്കുന്ന കുറച്ച് അസുഖങ്ങളും ഹാർട്ടിനെ എങ്ങനെയൊക്കെയാണ് ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടതെന്നൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. അതിൽ ഒരു ഒരു അസുഖം പറയുന്നുണ്ട്. എന്താണ്? എത്തിറോസിറോസിസ് സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടറിയൽ വാൾസിൻ്റെ ഇടയിൽ ഫാറ്റ് അടിഞ്ഞുകൂടുക. അതായത് ആർട്ടറിയൽ വാൾസ് ഉണ്ടാവുമല്ലോ, ആർട്ടറിയൽ വാൾസിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? എത്തിറോ സ്ക്ലിറോസിസ് എന്ന് പറയുക. അതേപോലെ കൊറോണറി ത്രോംബോസിസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അസുഖമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൊറോണറി ആർട്ടറി, അതായത് ഹൃദയത്തിലേക്ക് പോകുന്ന ഒരു ബ്ലഡ് വെസലാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അതിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന അസുഖമാണ് ഈ പറയുന്ന കൊറോണറി ത്രോംബോസിസ്. പിന്നെ നമ്മൾ സ്ട്രോക്ക് അല്ലേ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റപ്ചർ ഓഫ് ബ്ലഡ് വെസൽ ഇൻ ദ ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽ പൊട്ടുന്നതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയാം. ഓക്കെ, ബ്രെയിനിലുള്ളതാണ്, നോട്ട് ചെയ്യുക, ബാക്കിയുള്ളിടത്തുള്ളതല്ല. ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽ പൊട്ടുന്നതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയാം. ആ കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ എങ്ങനെയാണെന്ന്. ട്രക്ക്, അതായത് സൈലോം ഫ്ലോയം എന്ന് പറഞ്ഞിട്ട് രണ്ട് ആൾക്കാരുണ്ട് അല്ലേ? നമുക്കറിയാം നമ്മുടെ വാട്ടറും കാര്യങ്ങളൊക്കെ എത്തുന്നത് സൈലത്തിലൂടെയാണ്. അതേപോലെ ഫുഡ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഓൾ പാർട്സിലേക്ക് എത്തുന്നത് ഫ്ലോയത്തിലൂടെയാണ്. അപ്പോൾ ആ സൈലത്തിൽ വരുന്നതാണ് ട്രക്കീഡ്സും അതേപോലെ തന്നെ വെസലും. ഓക്കെ, ട്രക്കീഡ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് സെല്ലാണ്. അതേപോലെ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്പിലാണ്. അതിലൂടെയാണ് വാട്ടർ കടന്നു പോവുക അല്ലേ? അതേപോലെ വെസൽ എന്ന് പറഞ്ഞാൽ ഡെഡ് സെല്ലാണ്. അതിന് എന്തില്ല? ക്രോസ് വാൾ, തടസ്സങ്ങളൊന്നുമില്ല. ഒരു ലുക്ക് ലൈക്ക് എ പൈപ്പ് അല്ലെ, ഒരു പൈപ്പ് പോലെയാണ്. അപ്പോൾ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വാട്ടർ എൻറ്റർ ചെയ്യുന്നത്. നേരെ മുകളിലേക്ക് പോകാൻ ഒരു തടസ്സങ്ങളില്ല. ഇനി നേരെ അപ്പുറമുള്ളതാണ് ഫ്ലോയം. ഫ്ലോയത്തിൽ പെട്ടതാണ് സ്വീവ് ട്യൂബ് അല്ലേ? സ്വീവ് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയ ചെറിയ എന്താണ്, ചെറിയ ചെറിയ ട്യൂബുകൾ പോലെ അല്ലേ, കണക്ട് ചെയ്ത് അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ട്യൂബുകൾ കണക്ട് ചെയ്തത് പോലുള്ള ഭാഗമാണ് സ്വീവ് ട്യൂബ്. അപ്പോൾ അതിനെന്താണ്, ഇതിലെന്തുണ്ടാവും? നമ്മുടെ സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ എല്ലാ പാർട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെന്തുണ്ടാവും? പോർസ് ഉണ്ടാവും അല്ലേ, സുഷിരങ്ങളുണ്ടാവും. ആ സുഷിരങ്ങളിലൂടെയാണ് താഴോട്ടേക്ക് അല്ലെങ്കിൽ എല്ലാ പാർട്ടിലേക്കും എന്ത് ചെയ്യുക? പ്ലാന്റ്സിൻ്റെ ഒരു ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. അപ്പോൾ കമ്പാനിയൻ സെൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളുണ്ട്. അതൊന്നുമില്ല, ഈ ഒരു ട്രാൻസ്പോർട്ടേഷന് ഈ ഒരു സ്വീവ് ട്യൂബിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കമ്പാനിയൻ സെല്ല്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കിയത്. ഓക്കെ.
ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് കാര്യങ്ങൾ എല്ലാ ചാപ്റ്ററിലെ ഓൾ പാർട്സ് ഒക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ. താങ്ക് യു.